എണീക്കാ ബൈ. അമ്മ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കേട്ടോ. Everyone, welcome back to our channel Shuttu and Mama. ഞാനിത് ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഷുട്ടു എണീറ്റ് ഓൾറെഡി പുറത്ത് അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി പോയിട്ട് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ വെക്കണം. പിന്നെ ഒരു ഡെയിലി വ്ളോഗ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇതാ ഞാൻ എഴുന്നേറ്റ് പാടെ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് വെറുതെ ഇങ്ങനെ മുറ്റെല്ലാം ഒന്ന് നോക്കി. പിന്നെ അമ്മ ഓൾറെഡി ഷുട്ടൂനെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവളെ ഒന്ന് മേലൊക്കെ കഴുകിച്ച് ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴേക്കും പല്ലൊക്കെ തേക്കും. അങ്ങനെയാണ് ഇവിടെ വന്ന് എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഇതാ ഞാൻ പല്ലൊക്കെ തേച്ച് സെറ്റാകുമ്പോഴേക്കും അമ്മ ഷുട്ടൂനെ മേലൊക്കെ കഴുകിച്ച് തുടപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടക്കിയോ? അയ്യേ ഓ അച്ചാച്ച പേരക്ക വരയ്ക്കാൻ പോന്നേ ഷുട്ടു. അടക്കല്ലടാ പേരക്ക. ഫിഷിനെ കണ്ടിനാ? ഫിഷ് കണ്ടിനോ? അവ തിന്നോ? അതാ വീണിട്ട് വീണിട്ട് എത്തോ. അമ്മ ചായ കുടിക്കട്ടെ? വാവ തിന്ന. ഇപ്പൊ രാവിലെ തന്നെ തിന്നണ്ടപ്പ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിന്നാം. ഓക്കെ. അപ്പൊ അച്ചാച്ചനും മോളും അവിടുന്ന് കളിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ പോയിട്ടൊന്ന് ചായ വെക്കട്ടെ. ഷുട്ടുവിൻ്റെ മുറ്റത്ത് നിന്നിടുന്ന ചെരുപ്പെല്ലാം ഫുള്ള് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചെരുപ്പൊക്കെ വന്നു. അതൊക്കെ ജസ്റ്റ് നോക്കി. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ഇന്ന് ദോശയും തക്കാളിക്കറിയായിരുന്നു അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് കൊടുക്കാമെന്ന് വെച്ച് ഫുഡൊക്കെ എടുക്കുമായിരുന്നു. ഷുട്ടുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അവളെ ഫ്രണ്ട്സ് ഇതാ ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം ഞാൻ അവരുള്ള ടൈമിൽ തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇതാ അവർ പോകുമ്പോൾ അവരെ കൂടെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ആൾ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവിടെ പോയാൽ പിന്നെ വരികയില്ല. അതാണ് മെയിൻ പ്രശ്നം. അതിനിത് അവരുടെ കൂടെ പോയി. ഇന്ന് പിന്നെ ലീവ് ഉള്ളതുകൊണ്ട് അവർ കളിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഷുട്ടു എന്തായാലും ചേച്ചിമാരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറീൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. നമുക്കിത് മീൻ കിട്ടിയില്ല ഗൈസ്. ഇന്നൊരു ഫിഷും വന്നില്ല. സോ ഞാൻ എന്തായാലും പച്ചക്കറി കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ ഉച്ചക്കത്തെ
ഇത് കറി വെക്കാൻ താലൂരി എന്ന് പറയും, നമ്മളെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് അറിയില്ല. ചില സ്ഥലത്ത് പൊട്ടിക്കാന്നൊക്കെ പറയും. പിന്നെ ഇത് നമ്മൾ ഇന്നലത്തെ പപ്പായ ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കി. അപ്പൊ അത് ഇന്ന് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഞാൻ കട്ട് ചെയ്യട്ടെ. ഷുട്ടൂർ തന്നെ ഏച്ചിമാരെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവരെ പിന്നാലെ തന്നെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും എൻ്റെ എന്തായാലും കുറച്ച് പണിയൊക്കെ തീരും. അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കാൻ വിട്ടു. കുട്ടികളാകുമ്പോൾ കളിക്കണമല്ലോ. അങ്ങനെ ഇതാ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും ഒക്കെ വേറെ വേറെ കട്ട് ചെയ്ത് അമ്മ വരുമ്പോഴേക്ക് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ അലമാര വൃത്തിയാക്കാനുണ്ട്. എൻ്റെ വീട്ടിലെ ഡ്രസ്സ് വെക്കുന്ന അലമാരയെല്ലാം ആകെ അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് അലമാരീൻ്റെ അവസ്ഥ. എപ്പോഴും ഞാൻ അടുക്കി പെറുക്കി വെക്കും, പിന്നെ എന്തെങ്കിലും എടുത്താൽ പിന്നെയും ഇങ്ങനെ തന്നെയാവും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് അതൊക്കെ നടക്കൂ. അപ്പോൾ ഞാൻ പിന്നെ ആ പണിവാടിയിലേക്ക് നീങ്ങി. അങ്ങനെ ഞാൻ എല്ലാം ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ആവുമ്പോഴേക്കും ഇതാ നമ്മളെ ഷുട്ടൂപ്പി എത്തിയിട്ടുണ്ട് കളിക്കാൻ പോയിട്ട്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വിളിച്ചു എന്ന് വെച്ചാൽ അവൾ രാവിലെ കഴിച്ചതേ ഉള്ളൂ, പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ വിചാരിച്ച് കൂട്ടി വന്നിട്ടുണ്ട്. ആള് ഇങ്ങനെ അച്ചാച്ചൻ്റെ ഫോൺ അവിടെ കണ്ട അതിൽ കളിക്കായിരുന്നു. അത് കണ്ടാൽ പിന്നെ വിടില്ല, അപ്പം തന്നെ എടുത്ത് ഓട്ടായിരിക്കും. അത് ഞാൻ അവൾക്ക് ഇന്ന് സ്നാക്സ് ആയിട്ട് പഴം ഉണ്ടായിരുന്നു. പഴം നമ്മൾ നെയ്യിൽ വാട്ടി റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് അമ്മയുടെ കടിയൊക്കെ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൾക്ക് പഴം അവൾ കഴിച്ചോളും, കുഴപ്പമില്ല. അങ്ങനെ അത് കൊടുത്തു. പഴം കഴിച്ചാ മഴ കഴിച്ചു പോക അറ്റത്ത് പോക. അങ്ങനെ ഞാൻ ഷുട്ടൂന് പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ അമ്മ കുറച്ച് കാപ്പി വെച്ചിട്ടുണ്ട്. എൻ്റെ ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. കാപ്പി കുടിക്കട്ടെ. ഷുട്ടും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളെ ജാനുവേട്ടൻ വന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാളും കൂടെ കുറേ സമയം കളിച്ചു. ഇനിയിപ്പോൾ അവൾ ഉറക്കേണ്ട ടൈമൊക്കെ ആയി. എന്തായാലും കുറച്ച് സമയം കളിച്ചിട്ട് പിന്നെ ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഷുട്ടൂപ്പി
ഉറങ്ങി. ഇനി എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ ഞാൻ ഷുട്ടുവിനെ ഉറക്കി. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം സമയം 1:30 അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് ഞാൻ ചിലപ്പം കുറച്ച് സമയം കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ ഫോണിൽ കളിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഇതാ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇനി അവൾക്ക് ചോറ് കൊടുക്കേണ്ട പരിപാടിയാണ്. ഉറങ്ങി എണീച്ചിപ്പോൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അലമ്പാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉറങ്ങുന്നതിന് മുന്നേ ചോറ് കൊടുത്തൊന്ന് സെറ്റാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ അമ്മമ്മ അടിച്ചു വരാൻ പോകുമ്പോൾ അവളുടെ ചൂലും എടുത്ത് അവൾ പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചിരുത്തി എങ്ങനെയെങ്കിലും കുറച്ച് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ജാനേട്ടൻ പിന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടെ പിന്നെ കളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞാനും പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ കളിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷുട്ടുവിനെ കുളിപ്പിക്കേണ്ട പരിപാടിയുണ്ട്. ചായ അങ്ങനത്തെ പരിപാടികൾ, ഈവനിങ് ആയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങാനുള്ള ടൈമായി. അമ്മയും അച്ഛനും എന്താ പറയുക അടിച്ചു വാരലും തുടക്കലും ഒക്കെ ആയിട്ട് ഓരോ പരിപാടിയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടാളും കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഷുട്ടുവിൻ്റെ പാമ്പസൊക്കെ എനിക്ക് ഡയലേറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പരിപാടിയിലേക്കൊക്കെ നീങ്ങി അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഒരു 4:30 ആയി. അപ്പോൾ അമ്മ അപ്പോഴേക്ക് ചായ വെച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ചായയൊക്കെ വെച്ച് ഷുട്ടുവിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. മൈ ഗോഡ്, അത് പുതിയ ചെരുപ്പാ. ഇഷ്ടമായിനാ ഷുട്ടുവിന്? സൂപ്പറാ. താങ്ക് യു പറയോ? ടേങ്കു അമ്പടോ അമ്പടോ. എനിക്കറിയ നമുക്ക് കുളിക്കണ്ടേ? കുളിക്കണ്ടേ? ചായ റെഡി, ഗ്രീൻ ടീ റെഡി. നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കട്ടെ. അമ്മ ഷുട്ടൂനെ കുളിപ്പിക്കുന്നുണ്ട്. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുളിക്കണം, അമ്മയ്ക്ക് കുളിക്കണം, എല്ലാവർക്കും കുളിക്കേണ്ട പണിയുണ്ട്. ഷുട്ടുപ്പി കുളിച്ച് പൊട്ടൊക്കെ തൊട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്?
നമ്മളെന്താ ചെയ്യാ? കൊക്കുമ്മൽ കാണും നമ്മൾ കുറച്ച് സമയം. ഓക്കെ, ബൈ. വരെ ഷുട്ടൂന് ഞാൻ കൊക്കോമലനൊക്കെ വെച്ച് കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം പോയി കുളിക്കാൻ പോവാണ്. അമ്മ വിളക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തല കുളിച്ചില്ല ഇന്ന്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും തല കുളിക്കലില്ല. ഞാൻ എപ്പോഴെന്നെ മെഞ്ഞാന്ന് കുളിച്ചതാണ് തല. സോ ഇനിയിപ്പം നാളെയോ മറ്റന്നാളായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ചുട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കണം. അവൾ ടി വി കാണലായിരിക്കും. ഇനി അവൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഇന്ന് മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുട്ട ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടി നോക്കണം. വിളക്കിൻ്റെ പരിപാടിയാണ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ താഴേക്ക് പോട്ടെ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഷുട്ടു അമ്മൂൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് പോയി. അപ്പോൾ പിന്നെ അവൾ പോയ ഗ്യാപ്പിൽ ഞാൻ എന്നാൽ പിന്നെ ചപ്പാത്തിയൊക്കെ കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി പിന്നെ വിളക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം ഞാനും അമ്മയും അത് പ്രിപ്പയർ ചെയ്യും. അതാണ് ഈവനിങ്ങിലത്തെ പരിപാടി. അതിന് ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങിതാ ചപ്പാത്തി ഡോക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. മീൻവെയിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഷുട്ടൂന് പാലൊക്കെ ചൂടാക്കി വെച്ചു. ഈവനിങ് ആൾക്ക് ഒരു ഗ്ലാസ് പശുവും പാല് ഇപ്പൊ കൊടുത്തു തുടങ്ങിയതാണ്. ആദ്യമൊന്നും കൊടുക്കാറില്ലായിരുന്നു. പിന്നെ ഒരു മുട്ട ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈവനിങ്ങിലത്തെ. ഇനിയിപ്പോൾ അമ്മ വന്ന ഞാൻ പരത്തും, അമ്മ ചൂടും. ഇല്ലെങ്കിൽ ഞാൻ ചുടും, അമ്മ പരത്തും. അങ്ങനെയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക. ഇവിടെ വന്നാലാണ് ഞാൻ ഷുട്ടൂനും പൊതുവെ പാല് കൊടുക്കൽ. ഇവിടെ നല്ല നാടൻ പാല് കിട്ടും, അവിടെയും കിട്ടും, പക്ഷേ റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോൾ അവൾക്ക് കൊടുക്കും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി അങ്ങനെ കൊടുക്കുന്നതൊന്നുമല്ല. കുറച്ച് ഇവിടെ വന്നാൽ ഇപ്പം ഭയങ്കര ഭക്ഷണം കഴിക്കാൻ ഭയങ്കര വാശിയും ഭയങ്കര കുറവാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതെങ്കിൽ ഇത് കുറച്ചങ്ങ് പോവല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പം വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുള്ള് ഷുട്ടു അവളുടെ കളിയും, പിന്നെ അമ്മ കുറച്ച് സമയം സീരിയൽ കാണും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയേ ഉള്ളൂ. അവൾ നല്ല ലേറ്റ് ആവും ഇപ്പോൾ ഉറങ്ങാൻ. ആക്ച്വലി 12 മണി, എന്തായാലും 12 മണി ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്തായാലും നല്ല ലേറ്റ് ആവും. ബിക്കോസ് ഇന്ന് അവൾ ഉച്ചയ്ക്ക് ഉറങ്ങി എണീച്ച് തന്നെ 4 മണിയായി. പിന്നെ എന്തായാലും എനിക്ക് ശിവരാത്രിയാണ്. അങ്ങനെ ചുട്ട് വന്നപ്പോൾ ഞാൻ അവൾക്ക് പാലും മുട്ടയൊക്കെ കൊടുത്ത് സെറ്റാക്കി. ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പത്തെ കണ്ണ് അങ്ങോട്ടേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇത് അവള് വന്ന് എന്തൊക്കെയോ അവളെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓരോ സമയത്ത് ഇപ്പോൾ ഓരോ പോലത്തെ മൂഡാണ് മൂപ്പർക്ക്. ഭയങ്കര ഇടയ്ക്ക് കുറച്ച് നല്ല കുട്ടിയായിരിക്കും, ചില സമയത്ത് ഭയങ്കര വാശിയായിരിക്കും. അങ്ങനെ ഇത് ഓരോ കുരുത്തക്കേടൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞു, ഇന്നത്തെ കോക്കോമലും കഴിഞ്ഞു. ഇനി നാളെ എല്ലാരും കാണട്ടെ ഷുട്ടു കരയുന്ന. അയ്യേ അപ്പോ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ടൈമായി. ഞാൻ ചപ്പാത്തി, രാവിലത്തെ തക്കാളിക്കറി, പിന്നെ ഒരു മുട്ട പുഴുങ്ങി, പിന്നെ കുറച്ച് കാപ്പി എടുത്തു. ബെല്ലക്കാപ്പി കേട്ടോ, ഹെൽത്തിയാണ്. സോ എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ. അങ്ങനെ എൻ്റെ ഡിന്നറും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി ഷുട്ടൂൻ്റെ കൂടെ കളിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പം എന്തായാലും നമുക്ക് പ്ലേ ടൈമിലേക്ക് നീങ്ങാം.
നമ്മളെ ഡിന്നറും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഷുട്ടൂൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുക, എന്താ പറയുക, ടി വിയിൽ എന്തെങ്കിലും അങ്ങനെ ഒന്നും വെക്കാറില്ല. കുറച്ച് സമയം എന്തെങ്കിലും വെക്കും, പിന്നെ ഓഫ് ചെയ്യും. കാരണം ഇവൾ അത് തന്നെ നോക്കിയിരിക്കും. അതുകൊണ്ട് നമ്മൾ അധികം വെക്കാറില്ല, ഓഫ് ചെയ്യലാണ് പതിവ്. പിന്നെ അവളിങ്ങനെ ആടുന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വായിക്കാൻ തുടങ്ങിയ ബുക്കാണ് ഇത്, ടു ഗുഡ് ടു ബി ട്രൂ എന്ന് പറഞ്ഞിട്ട് പ്രാജക്ത കോഹ്ലി എഴുതിയിട്ടുള്ള ഒരു ബുക്ക്. മിസ് മാച്ച്ഡ് സീസൺ കാണുന്ന ആൾക്കാർക്ക് ഈ മുഖം ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരുടെ ബുക്കാണ്, നല്ല ബുക്കാണ്. ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ വായിക്കാൻ. കൂറച്ചെടുത്ത് പോയി ഓട്സാക്കാം നമുക്ക് ചുറ്റും ഓട്സാക്കട്ടെ. തെരപോന്ന് നന്ദി നന്ദി. അപ്പോൾ ഇതാ ഷുട്ടുനെ ഓട്സ് വെച്ചു. ഞാൻ അവൾക്ക് നേരത്തെ ഓൾറെഡി ഞാൻ കുറച്ച് പാല് കൊടുത്തോണ്ട് പിന്നെ ഞാൻ ഇതിൽ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല, കുറച്ച് നമ്മുടെ പനങ്കൽക്കണ്ടം മാത്രം ആഡ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് കട്ടിയിലാണ് ഞാൻ ആക്കുക, അവൾക്ക് അങ്ങനെ ഇഷ്ടം, കുറച്ച് തിക്കായിട്ട് ആക്കിയിട്ട് ഒക്കെ കൊടുക്കും. അപ്പോൾ ഇതാ ഷുട്ടാപ്പിൻ്റെ ഓട്സ് റെഡി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്ക്, എന്നാമേ അത്രയും മര്യാദയ്ക്ക് കഴിക്കുള്ളൂ. ഞാൻ നന്നായിട്ട് തണിച്ചിട്ടാണ് കൊടുക്കുക. എന്താ വെച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് കോരി കുടിക്കണം ഇപ്പം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര അലമ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തണിച്ചിട്ട് കൊടുക്കട്ടെ. ഇതാരെ ഡ്രസ്സൊക്കെ മാറ്റിയവാ ഇത് കൊണ്ടുവല്ലേ? ഓട്സ് കുടിച്ചില്ലേ ഷുട്ടു? ഓട്സ് കുടിച്ചില്ലേ? അയ്യേ, ബുക്കൊന്നും വായിൽ വെക്കരുത്. ഓട്സ് കുടിച്ചില്ലേ നമ്മള്? അങ്ങനെ നമ്മള് ഓട്സ് ഒക്കെ കുടിച്ച് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, ബ്രഷൊക്കെ ചെയ്തു. ആൻഡ് ഇനി നമ്മൾ കുറേ നേരം കളിക്കും. ഷുട്ടു അത് വായിൽ വെക്കല്ലേ? അയ്യേ, അമ്മ തരില്ലേ, പിന്നെ എടുത്തു വെക്കും. ഇനി നമ്മൾ കുറേ നേരം കളിക്കും. അമ്പോ, ഇവളിന്ന് എന്തായാലും ലേറ്റ് ആവും ഉറങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത്. വായിൽ വെക്കരുതേ, അപ്പം അമ്മ പിന്നെയും വാങ്ങിക്കും. അപ്പം എന്തായാലും നമ്മൾ കളിക്കട്ടെ. കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം കണ്ണാന്തും ഈ പോരാമോ എന്നോടിഷ്ടം. വേറെ ഏത് പാട്ടാ ഷൂട്ടിന് ഇഷ്ടം? വേറെ ഏത്? തുമ്പി വാ പാടിയേ? ആകാശ പൊന്നാലിനില പാടിയേ? ആകാശ പൊന്നാലി നിലകളെ പാട്. അപ്പൊ ഇവിടെ ഇപ്പം സമയം 11 മണിയായി. എന്തായാലും ഇവിടെ ഉറങ്ങണമെങ്കിൽ 12 മണിയെല്ലാം ആവുന്ന എനിക്ക് തോന്നുന്നേ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നത്തെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്, എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് ഇന്നത്തെ നമ്മളെ ഒരു ദിവസം അല്ലേ. ഇന്ന് നമ്മൾ ഉറങ്ങും അല്ലേ. ഇന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞേ. ചാച്ചാ പറ. ഷിയു. അപ്പോൾ എന്തായാലും എല്ലാവരും വീണ്ടും വീഡിയോ കാണുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമ്മളെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് പറഞ്ഞേ ചുട്ടു, പ്ലീസ് പറഞ്ഞേ, പ്ലീസ് പറഞ്ഞേ, പ്ലീസ്. വാവനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോ എന്തായാലും അതുവരെ ടാറ്റാ. ടാറ്റ പറ, ടാറ്റ പറ. I love you പറ. ഉമ്മ. Okay, bye. Bye.